മൃതദേഹം പള്ളിയിലേക്ക് എടുക്കുകയാണ്. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ഉണ്ട്. കത്രീന, മോളെ മോളിങ്ങോട്ട് വാ. കരയാതെ വാ. ഇവളെ ഇവിടുന്ന് ഇറക്കി വിടുന്നോ അതോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണോ? അപ്പനും അമ്മയില്ലാത്ത കൊച്ച അതിനെ പെരുവഴി ഇറക്കി വിട്ടാൽ തമ്പുരാൻ പൊറുക്കുകയില്ല. അപ്പോ അപ്പൻ നമ്മുടെ അമ്മച്ചിയോട് ചെയ്ത് തെറ്റോ? അത് പൊറുക്കാൻ പറ്റുന്നതാണോ? ആ പൊറുക്കണ്ട. തെറ്റ് ചെയ്തതിനേക്കാളും വലിയ തെറ്റാ തെറ്റിന് കൂട്ടു നിൽക്കുന്നത്. അതിനിപ്പോ എന്നാ വേണം? വേണ്ട ചായ, ഞാൻ പൊക്കോളാം. എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. നീ മിണ്ടേരടി. നിങ്ങളൊക്കെ ഈ നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി ഞാനും എൻ്റെ അപ്പനും കൂടെ അടിവാരത്തെ കാട്ടിക്കിടന്ന് കഷ്ടപ്പെട്ടത് 1ഉം 2ഉം അല്ല, 16 കൊല്ലമാ. ഞങ്ങൾ രണ്ടുപേരും രാവും പകലും ഉണ്ണാതെ ഉറങ്ങാതെ ഉണ്ടാക്കിയതുകൊണ്ടാ നിനക്കൊക്കെ ഈ സിമ്പിളന്മാര് കെട്ടിയന്മാരെ കിട്ടിയത്. പിന്നൊരു കാര്യം, ഇത് എന്റെ വേർപ്പോടെ കൂടെ ഉണ്ടാക്കിയ വീടാ. ഇവിടെ ആര് നിൽക്കണം പോണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. എന്നാ അലക്സ് ഒരു കാര്യം ചെയ്യ്, നമുക്കുള്ളതെങ്കിൽ വീതം വെച്ച് തന്നേക്ക്. അളിയന്റെ വീട് ഇവിടെ കെട്ടിയപ്പോ തന്നെ തന്നല്ലോ 75 പവൻ. അങ്ങനെ 75-100 രൂപയായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനിയും വേണേ തരാം. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ എഴുതി വെച്ചതാ. 3 പേർക്കും ആവശ്യത്തിനുണ്ട്. ഇത് എന്റെ പേരിലുണ്ടായിരുന്നു. ഇതും 3 പേരും കൂടെ പങ്കിട്ട് തന്നു. ഇതിനെ ഞാനെടുത്തു. അപ്പന്റെ ജോലിയല്ല. എനിക്കവിടെ നാഴി മണ്ണുണ്ട്. ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. നീ എന്നാ വിഷമിച്ചിരിക്കുന്നത്? അച്ഛനും കൂടെ പോയില്ലേ? ഇനി എനിക്ക് ആരോ ഉള്ളേ? അപ്പൊ പിന്നെ ഞാനാരാ? ഇനി ഞാനാ നിന്റെ അപ്പനും അമ്മച്ചൊക്കെ. കേട്ടോ, ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഇങ്ങോട്ട് നോക്കിയ ചായനുണ്ടടി.